എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ അൺബോക്സ് ചെയ്ത് നോക്കാൻ പോകുന്ന ഒരു 5.1 ഹോം തിയേറ്ററാണ്. അപ്പോൾ ഇതിൻ്റെ കാര്യങ്ങളും ഡീറ്റെയിൽ ഒക്കെ നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. ഇതുവരെ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ എനേബിൾ ചെയ്ത് വെക്കാനും കൂടെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നിങ്ങൾ തരുന്ന സപ്പോർട്ടും കാര്യങ്ങളൊക്കെയാണ് ഇതുപോലെയുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള പ്രചോദനം. അപ്പോൾ നമ്മുടെ ഹോം തിയേറ്റർ F&D എന്ന ബ്രാൻഡാണ് വരുന്നത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ പ്രത്യേകതകളും കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. അപ്പോൾ ഇത് 5.1 ഹോം തിയേറ്ററാണ്. കൂടാതെ നമുക്കിതിൽ റിമോട്ടും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ബ്ലൂടൂത്ത് ഒക്കെ ഉള്ള മോഡലാണ്. അപ്പോൾ ഇതിൻ്റെ മോഡൽ നമ്പർ വന്നിട്ട് F3800X എന്നാണ്. 5.1 ചാനലാണ്. അപ്പോൾ ഹോം തിയേറ്ററിൻ്റെ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് എന്തൊക്കെയാണെന്ന് നോക്കാം. 5.1 മൾട്ടിമീഡിയ സ്പീക്കർ എന്ന് എഴുതിയിട്ടുണ്ട്. ഔട്ട്പുട്ട് സ്പീക്കർ വന്നിട്ട് നമുക്ക് 80 വാട്ട്സാണ് ടോട്ടൽ ഔട്ട്പുട്ട് വരുന്നത്. അപ്പോൾ 10 വാട്ട്സിൻ്റെ 5 ചാനലും വരുന്നുണ്ട്. 30 വാട്ട്സിൻ്റെ സബ്വൂഫറാണ് ഇതിൽ വരുന്നത്. 30 വാട്ട്സ് ആണെങ്കിൽ നല്ല പെർഫോമൻസ് ഉള്ളൊരു വർക്കിംഗ് ആണ് ഇതിൽ വരുന്നത്. പിന്നെ ഇതിൻ്റെ വെയിറ്റും കാര്യങ്ങളും 7.2 കിലോയാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ ലൈൻ വോൾട്ടേജ് വന്നിട്ട് 100 വോൾട്ട് മുതൽ 240 വോൾട്ട് വരെ അതിൽ നല്ല കണ്ടീഷനായിട്ട് വർക്ക് ചെയ്യും. 1 ആമ്പിയറാണ് ഇതിൻ്റെ പവർ എടുക്കുന്നത്. അപ്പോൾ നമുക്ക് ബോക്സ് ഓപ്പൺ ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ നല്ല പാക്കിംഗ് ആണ് ബോക്സും കാര്യങ്ങളൊക്കെ. തെർമോക്കോളൊക്കെ നല്ല ബെസ്റ്റ് ക്വാളിറ്റിയിലാണ്. അപ്പോൾ നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്കിതിൽ 5 സാറ്റലൈറ്റ് സ്പീക്കർ കാണുന്നുണ്ട്. അപ്പോൾ 5 സ്പീക്കർ ഇതിൽ വന്നിട്ടുണ്ട്. പിന്നെ നമ്മൾ നോക്കുമ്പോൾ ഒരു കവറിൽ നമുക്കിതിൽ AV കോഡ് വന്നിട്ടുണ്ട്. അപ്പോൾ ഒരു AV കോഡ് വന്നിട്ട് 3.5mm ജാക്കും 2RC കേബിളാണ് ഇതിൽ വരുന്നത്. അപ്പോൾ നമുക്കിത് കമ്പ്യൂട്ടറിൽ നിന്ന് കൊടുക്കാനോ അല്ലെങ്കിൽ മൊബൈലിൽ നിന്നൊക്കെ ഡയറക്റ്റ് കൊടുക്കാനൊക്കെ നമുക്കിത് ഉപയോഗിക്കാം. പിന്നെ നമ്മൾ നോക്കുമ്പോൾ കാണുന്നത് നമുക്ക് 3 2RC കേബിൾ ഉണ്ട്. നമുക്കിത് 5.1 അനലോഗ് ഇൻപുട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന കേബിളാണ്. പിന്നെ നമ്മൾ നോക്കുമ്പോൾ കാണുന്നത് റിമോട്ടാണ്. അപ്പോൾ റിമോട്ടിൽ ഒരുപാട് ഫംഗ്ഷൻ കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്പർ സെലക്ഷൻ ഉണ്ട്. കൂടാതെ മ്യൂട്ട്, പവർ സ്വിച്ച് ഉണ്ട്. പിന്നെ സോഴ്സിൻ്റെ സ്വിച്ച് കാണുന്നുണ്ട്. പിന്നെ കൂടാതെ ലൈറ്റിൻ്റെ ബ്രൈറ്റ്നസ് കൺട്രോളൊക്കെ ഉണ്ട്. പിന്നെ റേഡിയോ ട്യൂണിങ്ങിൻ്റെ ഉണ്ട്. സബ് വോളിയം, അതേപോലെ സറൗണ്ട് വോളിയം, സെൻട്രൽ വോളിയം ഒക്കെ നമുക്ക് അപ്പ് ഡൗൺ ഒക്കെ ചെയ്യാനൊക്കെ പറ്റുന്നതാണ്. പിന്നെ റേഡിയോ സ്കാനിങ് ഓപ്ഷനൊക്കെ ഉണ്ട്. മ്യൂസിക് മാറ്റാൻ വേണ്ടിയിട്ട് നമുക്ക് നെക്സ്റ്റ് പ്രിവ്യൂ സ്വിച്ച് ഉണ്ട്. കൂടാതെ പ്ലേ ബട്ടണും പോസ് ബട്ടണും ഒക്കെ ഉണ്ട്. പിന്നെ നമ്മളിതിൽ നോക്കുമ്പോൾ കാണുന്നത് ഒരു മാനുവൽ ബുക്ക് ഉണ്ട്. കൂടാതെ നമുക്ക് അതിൻ്റെ ഉള്ളിൽ തന്നെയാണ് നമുക്കിതിൻ്റെ വാറണ്ടി കാർഡും കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ നമുക്കിതിന് 1 ഇയർ വാറണ്ടി കിട്ടുന്നുണ്ട്. അപ്പോൾ അതിൽ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കിയാൽ കാണാവുന്നതാണ്. അപ്പോൾ 1 ഇയർ വാറണ്ടിയാണ് കമ്പനി കൊടുക്കുന്നത്. കൂടാതെ ഇതിൽ AAA ബാറ്ററിയാണ് നമുക്ക് ഇതിൻ്റെ റിമോട്ടിന് വരുന്നത്. അപ്പോൾ ആ ബാറ്ററിയും കൂടി കമ്പനി കൊടുക്കുന്നുണ്ട്. അടുത്തായിട്ട് നമുക്ക് നോക്കുന്നത് നമുക്ക് ഇതിൻ്റെ സ്പീക്കർ കാര്യങ്ങൾ ബോക്സൊക്കെ എങ്ങനെയുണ്ടെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ബോക്സ് വന്നിട്ട് നല്ല പാക്കിങ്ങിലാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതിൽ ഫൈബർ ബോക്സാണ് വരുന്നത്. നമുക്കിവിടെ ഹുക്ക് ചെയ്ത് വെക്കാനുള്ള സൗകര്യമൊക്കെ ഉണ്ട്. ബാക്കിൽ ഹുക്ക് ചെയ്ത് വെക്കാനുള്ള സൗകര്യമൊക്കെ ഉണ്ട്. നമുക്ക് ചുമരിലൊക്കെ പിടിപ്പിക്കാൻ പറ്റും. പിന്നെ ഇതിൽ ഫുൾ റേഞ്ച് വൂഫർ, ട്യൂട്ടർ, എല്ലാ മിഡ് റേഞ്ച് എല്ലാ സൗണ്ടും കൂടി കിട്ടുന്ന സ്പീക്കർ വൂഫറാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. പിന്നെ ഒരു എയർ ഹോൾ നമുക്ക് ഇതിൻ്റെ ഫ്രണ്ടിൽ കാണാം. അപ്പോൾ നല്ലൊരു ക്ലാരിറ്റി സൗണ്ടൊക്കെ കിട്ടുന്ന ബോക്സാണിത്. നമുക്കൊരു ഫുൾ റേഞ്ച് സൗണ്ട് ഇതിൽ നമുക്ക് കിട്ടുന്നുണ്ട്. പിന്നെ നമ്മൾ സ്പീക്കർ കണക്ട് ചെയ്യാനുള്ള വയറും കാര്യങ്ങളൊക്കെ നല്ല പ്യുവർ കോപ്പർ വയർ തന്നെയാണ് വന്നിട്ടുള്ളത്. ലെഡ് കോട്ടിങ്ങുള്ള നല്ല വയറാണ് ഇവർ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഓരോ സ്പീക്കറിൻ്റെ വയറിന് ഓരോ കളർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ റെഡ് കളർ വരുന്നത് FLF, അതായത് ഫ്രണ്ട് ലെഫ്റ്റ് റൈറ്റ് ഇതിനാണ് വന്നിട്ടുള്ളത്. ബ്ലൂ കളർ കൊടുത്തിട്ടുള്ളത് നമുക്ക് ഇതിൻ്റെ സെൻട്രൽ സ്പീക്കറിന് കൊടുക്കാനാണ്. റിയർ സ്പീക്കറിലേക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ഗ്രേ കളറാണ് കൊടുത്തിട്ടുള്ളത്. നമുക്കതിൽ ഏത് സ്പീക്കർ വേണമെങ്കിലും മാറ്റി മറിച്ച് കൊടുക്കാനൊക്കെ പറ്റുന്നതാണ്. അപ്പോൾ നമ്മളതിൽ വയർ ലോങ് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് അവരങ്ങനെ കളർ കൊടുത്തിട്ടുള്ളത്. പിന്നെ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കളർ അങ്ങനെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ക്ലിപ്പ് ടൈപ്പാണ് സ്പീക്കർ കണക്ഷനൊക്കെ വരുന്നത്. അപ്പോൾ ഈ ഹോം തിയേറ്ററിൻ്റെ സാറ്റലൈറ്റ് സ്പീക്കറെല്ലാം ഓപ്പൺ ടൈപ്പ് വൂഫർ സ്പീക്കറാണ് വന്നിട്ടുള്ളത്. അതേപോലെ തന്നെയാണ് നമ്മുടെ ഇതിൻ്റെ സബ് വൂഫറും കാര്യങ്ങളും ഓപ്പൺ ടൈപ്പ് സബ് വൂഫറാണ് വന്നിട്ടുള്ളത്. നമുക്കിതിൻ്റെ ഫ്രണ്ടിൽ തന്നെ സ്വിച്ചും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാം. അപ്പോൾ നമുക്ക് ഹോം തിയേറ്ററിലേക്ക് പവർ കൊടുത്തു നോക്കാം. അപ്പോൾ ഇതിൽ ഫസ്റ്റ് സ്വിച്ച് വന്നിട്ട് പവർ സ്വിച്ചാണ് വരുന്നത്. രണ്ടാമത്തത് സൗണ്ട് സ്വിച്ച് ഉണ്ട്. കൂടാതെ ഇൻപുട്ട് സ്വിച്ചാണ് നമ്മൾ കാണുന്നത്. ഇനി നമുക്ക് വോളിയം മൈനസും കൂടാതെ വോളിയം പ്ലസ് സ്വിച്ചും കാണിക്കുന്നുണ്ട്. പിന്നെ നമുക്ക് പ്രിവ്യൂ സ്വിച്ച് ഉണ്ട്, നെക്സ്റ്റ് സ്വിച്ച് ഉണ്ട്, പോസ് ആൻഡ് സ്കാനിങ്, അതായത് FM ഒക്കെ സ്കാൻ ചെയ്യാനുള്ള സ്വിച്ചും ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. ബ്ലൂടൂത്ത് ഉണ്ട്, USB കണക്ഷൻ ഉണ്ട്. കൂടാതെ നമുക്ക് FM കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. അപ്പോൾ നമ്മുടെ സബ് വൂഫറാണ് നമുക്കിവിടെ കാണുന്നത്. നല്ല ടെമ്പറായിട്ടുള്ള സബ് വൂഫറും കാര്യങ്ങളൊക്കെയാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതിൽ ഓപ്പൺ സബ് വൂഫർ ആയതുകൊണ്ട് നല്ല രസമുണ്ടാവും കാണാൻ. ഇതിലേക്ക് നമ്മൾ ലൈറ്റ് കൊടുക്കുന്നുണ്ട്. ഒരു RGB ലൈറ്റ് ഇതിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ വർക്കിംഗ് ടൈമിലൊക്കെ അതിൽ ലൈറ്റിൻ്റെ കളർ മാറിയ നല്ല രസമുള്ള വ്യൂ ആണ് നമുക്കിതിൽ നിന്ന് കിട്ടുന്നത്. അപ്പോൾ നമ്മുടെ ഈ സബ് വൂഫർ ഫുൾ വോളിയം വെച്ചാലൊന്നും പതറുകയൊന്നുമില്ല. നല്ല കറക്റ്റ് വർക്കിംഗ് തന്നെയാണ് ഇതിൽ കിട്ടുന്നത്. ബോക്സും കാര്യങ്ങളൊക്കെ അത്രയും കറക്റ്റായിട്ടാണ് കമ്പനി നിർമ്മിച്ചിട്ടുള്ളത്.
അപ്പോൾ നമുക്ക് ഇതിൻ്റെ സൈഡിലാണ് നമുക്കിതിൻ്റെ SD കാർഡും USB ഒക്കെ വന്നിട്ടുള്ളത്. അപ്പോൾ അവിടെ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇതിൽ നമുക്ക് നെക്സ്റ്റ് സ്വിച്ച് കാര്യങ്ങളൊക്കെ ഞെക്കുമ്പോൾ ഫോൾഡറൊക്കെ മാറ്റാനുള്ള ഓപ്ഷനും കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഹോം തിയേറ്ററിലുണ്ട്. നെക്സ്റ്റ് ഞെക്കി പിടിക്കുമ്പോൾ നെക്സ്റ്റ് ഫോൾഡറൊക്കെ മാറാനൊക്കെ നമുക്ക് എളുപ്പത്തിൽ പറ്റും. പിന്നെ ബാക്കിലേക്ക് നോക്കുമ്പോൾ നമുക്കൊരു FM-ൻ്റെ ആൻറ്റിന കാണാം. കൂടാതെ ലെഫ്റ്റ് റൈറ്റ് ആക്സ് ഇൻപുട്ട് കാണുന്നുണ്ട്. പിന്നെ കൂടാതെ അനലോഗ് 5.1 ഇൻപുട്ടാണ്. ഫ്രണ്ട് ലെഫ്റ്റ് റൈറ്റ്, സറൗണ്ട് ലെഫ്റ്റ് റൈറ്റ്, സബ് സെൻറ്റർ, അങ്ങനെ ഇത്രയും 5.1 ഇൻപുട്ട് നമുക്ക് വരുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ തൊട്ട് താഴെയായിട്ട് ഫ്രണ്ട് റൈറ്റ്, ഫ്രണ്ട് ലെഫ്റ്റ്, സെൻറ്റർ, കൂടാതെ റിയർ ലെഫ്റ്റ്, റിയർ റൈറ്റ്, അങ്ങനെ നമുക്ക് സ്പീക്കർ കണക്ഷനൊക്കെ നമുക്കിവിടെ കാണുന്നുണ്ട്. പിന്നെ നമുക്കിതിൽ പവർ ഓൺ ഓഫ് സ്വിച്ച് മാത്രമാണ് വരുന്നുള്ളൂ. അപ്പോൾ ഇതിൻ്റെ ഒരു പോരായ്മ എന്ന് പറഞ്ഞാൽ നമുക്ക് ഒപ്റ്റിക്കൽ ഇൻപുട്ട് കാര്യങ്ങളൊന്നും ഈ ഹോം തിയേറ്ററിൽ വരുന്നില്ല. അപ്പോൾ അതും കൂടി ഉണ്ടെങ്കിൽ നല്ലൊരു ബെസ്റ്റ് ഹോം തിയേറ്റർ തന്നെയായിരിക്കും നമുക്കിത് കിട്ടുന്നത്. അപ്പോൾ നമുക്ക് ഒപ്റ്റിക്കലൊക്കെ കൊടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് കൺവേർട്ട് ചെയ്തിട്ട് നമുക്ക് ഒപ്റ്റിക്കൽ കൺവേർട്ടറൊക്കെ മേടിക്കാൻ കിട്ടും. 1500, 2000 രൂപ, 2500 പല വിലയിലും ഒപ്റ്റിക്കൽ കൊയാക്സിലൊക്കെ കൺവേർട്ടർ വരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ കൊടുത്തിട്ട് നമുക്ക് അതിൻ്റെ ഔട്ട്പുട്ട് നമുക്ക് ഇതിലേക്ക് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഇപ്പോഴുള്ള സിനിമകളും കാര്യങ്ങളൊക്കെ നമുക്ക് ഡീറ്റെയിൽസ് ആയിട്ട് കാണാനൊക്കെ പറ്റും. അപ്പോൾ നമ്മളിവിടെ സ്റ്റാൻഡ് ബൈ റിലീസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വേണ്ടി ഫ്രണ്ടിൽ RGB ലൈറ്റൊക്കെ ബ്ലിങ്ക് ചെയ്യുന്നത് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഇനി നമുക്ക് നോക്കുമ്പോൾ ഇതിലേക്ക് ഫ്രണ്ടിലേക്ക് നമുക്ക് നോക്കുമ്പോൾ നമുക്ക് ഇതിൽ ഇൻപുട്ട് സ്വിച്ച് നമുക്ക് സെലക്ട് ചെയ്ത് നോക്കാം. ആദ്യം നമുക്ക് കാണുന്നത് DUD എന്നാണ്. അതായത് 5.1 ഇൻപുട്ടാണ് നമ്മൾ ആദ്യം കാണുന്നത്. രണ്ടാമത് നമുക്ക് FM വരുന്നുണ്ട്. മൂന്നാമത് നമുക്ക് ബ്ലൂടൂത്ത് വരുന്നുണ്ട്. പിന്നെ നമ്മൾ ഒന്നുകൂടി ക്ലിക്ക് ചെയ്യുമ്പോൾ ആക്സ് കണക്ഷൻ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇത്രയും ഓപ്ഷനാണ് ഇതിൽ വരുന്നത്. ഇനി നമുക്ക് ഇതിലേക്ക് നമുക്ക് ബ്ലൂടൂത്ത് കണക്ട് ചെയ്തിട്ട് നമുക്ക് പ്ലേ ചെയ്ത് നോക്കാം. ഇതിൻ്റെ വർക്കിംഗ് കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ടെന്ന് നോക്കാം. അപ്പോൾ ഡയറക്റ്റ് കേൾക്കുന്ന ആ ഒരു എഫക്റ്റ് നമുക്ക് വീഡിയോയിലൂടെ നമുക്ക് കിട്ടിക്കൊള്ളുന്നില്ല. അപ്പോൾ ഇതിൻ്റെ ക്ലാരിറ്റിയൊക്കെ നമുക്ക് ഡയറക്റ്റ് കേൾക്കുമ്പോൾ നല്ല പവർഫുള്ളായിട്ടുള്ള ബാസും സൗണ്ട് ക്ലാരിറ്റി എല്ലാ ഫ്രീക്വൻസിയുള്ള സൗണ്ടും ഇതിൽ കിട്ടുന്നുണ്ട്. അപ്പോൾ നമുക്ക് വീഡിയോയിൽ ചിലപ്പോൾ ഇയർഫോൺ വെച്ച് നോക്കി കഴിഞ്ഞാൽ ഏകദേശമൊക്കെ നമുക്ക് സൗണ്ടൊക്കെ മനസ്സിലാക്കാനൊക്കെ പറ്റുന്നതാണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ വർക്കിംഗ് ഒന്ന് നോക്കാം. അപ്പോൾ നല്ല വർക്കിംഗ് കാര്യമൊക്കെ കിട്ടുന്ന നല്ലൊരു ഹോം തിയേറ്റർ തന്നെയാണിത്. അപ്പോൾ ഇതിൻ്റെ പോരായ്മ എന്ന് പറയുന്നത് നമ്മൾ ആദ്യമൊക്കെ ഇതിൻ്റെ F&D ഹോം തിയേറ്ററൊക്കെ നമുക്ക് കിട്ടിക്കൊണ്ടിരുന്നത് നമുക്ക് ബലൂൺ ട്രാൻസ്ഫോമറും നല്ല പവർഫുള്ളായിട്ടുള്ള ട്രാൻസ്ഫോമർ വെച്ചിട്ടുള്ള വൈൻഡിങ്ങും കാര്യങ്ങളൊക്കെയാണ് കിട്ടിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ വരുന്നത് SMPS ടൈപ്പ് പവർ സപ്ലൈ ആണ് ഇതിൻ്റെ ഉള്ളിൽ വരുന്നത്. അതുകൊണ്ട് കംപ്ലൈൻ്റ് ഒന്നും അങ്ങനെ വരുന്നില്ലെങ്കിലും SMPS പവർ സപ്ലൈ ആണ് വരുന്നത്. അപ്പോൾ വെയിറ്റ് കുറവുണ്ട്. പിന്നെ നമുക്കിതിൻ്റെ ആംപ്ലിഫയർ ക്ലാസ് D ടൈപ്പ് ആംപ്ലിഫയറാണ് വരുന്നത്. അപ്പോൾ ക്ലാസ് D ആയതുകൊണ്ട് നല്ല സൗണ്ട് ക്ലാരിറ്റിയൊക്കെ കൂടുതലുണ്ട്. അപ്പോൾ അതും SMD ടൈപ്പ് IC കാര്യങ്ങളൊക്കെയാണ് ഇതിൻ്റെ ഉള്ളിൽ വരുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ചെറിയ പോരായ്മകളും പിന്നെ ഒപ്റ്റിക്കൽ കൊയാക്സിൽ അങ്ങനെയുള്ള ഇൻപുട്ടൊന്നും ഇതിൻ്റെ കൂടെ ഇല്ല എന്നുള്ളൊരു പോരായ്മ ഒഴിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഹോം തിയേറ്ററാണിത്. അപ്പോൾ നല്ലൊരു വർക്കിങ്ങും കാര്യങ്ങളൊക്കെ കിട്ടുന്നൊരു ഹോം തിയേറ്ററാണ്. അപ്പോൾ നമുക്കെല്ലാവർക്കും നല്ല സൗണ്ട് ക്ലാരിറ്റിയിൽ കേൾക്കാനൊക്കെ താല്പര്യമുള്ളവർക്കൊക്കെ ഈ ഹോം തിയേറ്റർ മേടിക്കാവുന്നതാണ്. അപ്പോൾ നല്ലൊരു ഹോം തിയേറ്റർ തന്നെയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ചെറിയ പോരായ്മകളൊക്കെ ഒഴിവാക്കി കഴിഞ്ഞാൽ നല്ലൊരു ബെസ്റ്റ് ഹോം തിയേറ്റർ തന്നെയാണിത്. അപ്പോൾ നമ്മുടെ സിനിമകളും കാര്യങ്ങളൊക്കെ നമുക്ക് OTTയിൽ റിലീസിംഗ് ഒക്കെ കിട്ടുന്നതുകൊണ്ട് നമുക്ക് ഡിജിറ്റൽ ഔട്ട്പുട്ട് സൗണ്ട് ഇതിലേക്ക് കൊടുക്കാനൊക്കെ വേണ്ടിയിട്ട് നമുക്ക് HDMI, VGA, ഒപ്റ്റിക്കൽ അങ്ങനെയൊക്കെ കൺവേർട്ടർ വരുന്നുണ്ട്. അപ്പോൾ 5.1 ആയിട്ട് അത് കൺവേർട്ട് ചെയ്തിട്ട് നമുക്ക് ഈ ഹോം തിയേറ്ററിലേക്ക് കൊടുത്തിട്ട് നമുക്ക് നല്ല ക്ലാരിറ്റിയിലൊക്കെ നമുക്ക് ഡീറ്റെയിൽസ് ആയിട്ടൊക്കെ സിനിമയൊക്കെ കാണാൻ പറ്റുന്നതാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. കൂടാതെ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. പുതിയൊരു കിടിലം വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.